ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂപ്പസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. ഗായ്സ്, നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ കൊണാമി മെയിൻ്റെനൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗെയിമിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്ന് നോക്കാം. എന്തായാലും ഇന്നൊരു വ്യാഴാഴ്ച വീണ്ടും ഒരു മെയിൻ്റെനൻസ്, ലോങ് മെയിൻ്റെനൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ 2:45 ആയി ഇന്ന് ഗെയിം തുറക്കുമ്പോൾ. ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് ഗൈസ് നമ്മളുടെ സ്പാനിഷ് മിഡ്ഫീൽഡേഴ്സ് പറഞ്ഞൊരു പാക്കാണ്. ഓക്കെ, അതിൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ സിദോർഫ് ഉണ്ട്, നമ്മുടെ റിയൽ മാഡ്രിഡിൻ്റെ യങ് സിദോർഫ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിയാഗോ അൽക്കാൻഡ്ര, നമുക്കറിയാം ബാഴ്സയുടെയും അതുപോലെ തന്നെ ലിവർപൂളിൽ അധികം ആൾ ശോഭ പ്രകടിപ്പിച്ചിട്ടില്ല, എന്നാലും ഓക്കെ ആയിരുന്നു. എന്നാലും ബാഴ്സയുടെ മികച്ചൊരു മിഡ്ഫീൽഡേഴ്സിൽ ഒരാൾ നമ്മുടെ തിയാഗോ അൽക്കാൻഡ്ര, നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നുണ്ട്, കുറേ പേർക്കൊക്കെ അറിയാം. ഒരു സ്റ്റൈലിഷ് മിഡ്ഫീൽഡർ ആയിരുന്നു, അവളുടെ കളിയാണ് നല്ലൊരു രസമാണ്. ഓക്കെ, അത്രയ്ക്കൊരു പോപ്പുലർ ആണോ വെച്ച് കഴിഞ്ഞാൽ പൊളി പ്ലെയറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കുബോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിദോർഫ് നോക്കുകയാണെങ്കിൽ ആളൊരു ഫിനോമിൽ പാസ് പ്ലസ് ലോ സ്ക്രീമർ പറഞ്ഞ സ്കില്ലായിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ തിയാഗോ അൽക്കാൻഡ്ര എന്നൊക്കെയാണെങ്കിൽ വിഷണറി പാസ് പറഞ്ഞ സ്കില്ലാണ് ആൾ വന്നിരിക്കുന്നത്. ഇനി കുബോർഡ് നോക്കുകയാണെങ്കിൽ മൂവ്മെൻറ്റ് ഡ്രിബിളിങ് പ്ലസ് ഫിനോമൽ പാസ്. 3 കാർഡ് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കറക്റ്റ് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാനിതിൽ തിയാഗോ അൽക്കാൻഡ്രനെ എടുത്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ എനിക്കിവിടെ ഭീഷണി വെച്ച് കഴിഞ്ഞാൽ സിദോർഫ് ഓൾറെഡി AC മിലാൻ്റെ കാർഡ് ഉണ്ട്, കുബോയുടെ കാർഡും ഉണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കുന്ന ഇയാൾ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. അത്യാവശ്യം നല്ല സ്കില്ലും കാര്യങ്ങളും യങ് സിദോർഫാണ്. 20 വയസ്സുള്ള ബോക്സ് ടു ബോക്സ് ആണ്. ഡബിൾ ടച്ച്, മാസ്റ്റർ ടൈം, ലോങ് റേഞ്ച് ഷൂട്ടിങ്, ലോ സ്ക്രീമർ, 1 ടച്ച് പാസ്, ത്രൂ പാസിങ്, ഫിനോൽ പാസ്, മയൻമാർക്ക്, ഇൻ്റർസെപ്ഷൻ, ബ്ലോക്കർ. അപ്പോൾ എല്ലാ വേണ്ട സ്കില്ലും മൂപ്പർക്ക് ഉണ്ട്. ഒരു അടിപൊളി കാർഡാണ് കേട്ടോ. അപ്പോൾ യങ് കാർഡാണ്, നല്ല സ്റ്റാറ്റ്സും ഉണ്ട് മൂപ്പർക്ക്. തിയാഗോൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓർക്കസ്ട്രേച്ചറാണ്. ഇതും 21 വയസ്സുള്ള തിയാഗോ കേട്ടോ. യങ്ങാണ്, ഒരു രക്ഷയില്ലാത്ത ചങ്ങായത്. അടിപൊളിയാണ്, ആൾ കാണാൻ നല്ല രസമാണ്, പിന്നെ ആളുടെ കളിയൊന്നും ഒരു രക്ഷയില്ല. അപ്പോൾ ഡബിൾ ടച്ച്, ഫ്ലിപ്പ് ഫ്ലാപ്പ്, മാസ്റ്റർ റിട്ടേൺ, സോൾ കൺട്രോൾ, 1 ടച്ച് പാസ്, ത്രൂ പാസിങ്, ഔട്ട് സൈഡ് കയറി, ലോങ് നോ ലുക്ക് പാസ്, വിഷണറി പാസ്, ലോഫ്റ്റഡ് പാസ്. അടിപൊളി കാർഡാണ്. പിന്നെ നമ്മുടെ കുബോ നിങ്ങൾക്കറിയാലോ, 22 വയസ്സുള്ള കുബയാണ്. മൂപ്പര് ഡ്രിബിളിംഗ് ആണ് മെയിൻ. ഓക്കെ, അത്യാവശ്യം സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും 3 കാർഡും ടോപ്പാണ്. നിങ്ങളിത് കറക്റ്റ് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തോ ഗൈസ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രസീലിയൻ ലീഗിൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട്, അത് നമ്മുടെ ആർക്കസെറ്റ വന്നിട്ടുണ്ട്. ആർക്കസെറ്റ എനിക്കറിയാം, പെസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ ആളൊരു അടിപൊളി കാർഡായിരുന്നു. അന്നൊട്ട് ഫ്ലെമിംഗ് ഹോളിനെയാണ്. അപ്പോൾ മൂപ്പരൊരു കാർഡ് വന്നിട്ടുണ്ട്, ഹോൾ പ്ലെയർ കാർഡാണ് വിത്ത് ഫിനിഷിങ് പ്ലസ് ഫിനോൽ പാസ്. അപ്പോൾ കിട്ടുന്ന ഒരു കാർഡ് തന്നെയാണ്. ഇനിയിപ്പോൾ മൂവ്മെൻറ്റ് ഡ്രിബിളിങ്ങിൽ നമ്മുടെ വിക്ടറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഗോൾ കീപ്പർ ഉണ്ട്, കാസിയോ ഉണ്ട്, നമ്മളുടെ ബ്രസീലിൻ്റെ ഗോൾ കീപ്പറാണ്. അതുപോലെ തന്നെ ഡിപ്പ് ഉണ്ട്, മെംഫിസ് ഡിപ്പ്, മൂപ്പര് ഡീപ്പ് ലൈൻ ഫോർവേഡായിട്ട് വരുന്നത്. അപ്പോൾ 4 കാർഡും അത്യാവശ്യം പോപ്പുലറാണ്. ഇതിൽ കാസിയോ മാത്രമാണ് കുറച്ച് എനിക്ക് അറിയാത്തുണ്ടാവുള്ളൂ. വിക്ടർക്ക് നിങ്ങൾക്ക് ബാഴ്സയിൽ വന്ന് കളിച്ചവരൊക്കെ അറിയാമല്ലോ. പിന്നെ ഇയാൾ ടോപ്പാട്ടോ, ഈ കാർഡ് നൈസാണ്. അപ്പോൾ 100 സ്പിന്നിൽ ഒരെണ്ണം കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ കറിക്കോ, 10,000 വേണ്ടെങ്കിൽ ഇടുക, നൈസാണത്. ഇനിയിപ്പോൾ ജെ ലീഗ് നോക്കുകയാണെങ്കിൽ ജെ ലീഗിൽ കുഴപ്പമില്ലാത്ത എപ്പിക്സൊക്കെ വന്നിട്ടുണ്ട്. ഇത് അവരുടെയാണ് ആൾക്കാർ. ഇവൻ ബ്രസീൽ പ്ലെയറാണല്ലോ, മെത്യൂസിസ്, ഇവിടെയൊക്കെ വരാറുണ്ട്. പിന്നെ കെരെ ബ്രസീലിയൻ പ്ലെയറിനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു പാക്ക് എന്ന് പറയാം. ജെ ലീഗിന് തന്നെ വേറെ ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കാറില്ല. പിന്നെ നമുക്ക് ബ്രസീൽ ലീഗിൻ്റെ ഒരു പാക്കാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അതിൽ നെയ്മർ വന്നിട്ടുണ്ട് ഗൈസ്. നെയ്മറിൻ്റെ ക്ലാസിക് നമ്പർ 10 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റാറ്റസിൽ തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. സ്റ്റാറ്റ്സ് കുഴപ്പമില്ല മൂപ്പരുടെ. ഡബിൾ ടച്ച്, സോൾ കൺട്രോൾ, ലോങ് റേഞ്ച് കേളർ, ലോങ് റേഞ്ച് ഷൂട്ടിങ്, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ഷോട്ട് പറഞ്ഞ സ്കില്ലൊക്കെ മൂപ്പർക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണ് ഈ കാർഡ് കേട്ടോ. ടോപ്പ് കാർഡ് ഞാൻ പറയാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തന്നെ പറയാം, നൈസ് കാർഡാണ്. ഇങ്ങനത്തെ നോക്കി നോക്കുക ഗൈസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഗൈസ്, ഇതിൽ ബ്രസീലിന് കുറച്ച് പ്ലേയേഴ്സൊക്കെ ഉണ്ട്, റയാൻ പറഞ്ഞ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് ആ ലീഗിൽ കളിക്കണതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ നോക്കിയിട്ട് എടുക്ക്. നെയ്മറോ അത്ര അതിൽ എടുത്തു പറയല്ലോ. പിന്നെ നമുക്ക് ഇപ്രാവശ്യത്തെ പ്ലെയർ ഓഫ് ദി വീക്ക്. പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജൂഡ ബെല്ലിംഗാം ഉണ്ട് കേട്ടോ. വെടിമറ ജൂഡൻ, ഹോൾ പ്ലെയർ കാർഡാണ്. കുഴപ്പമില്ല, വർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ടോപ്പ് തന്നെയാണ് മൂപ്പരുടെ. അതുപോലെ തന്നെ ബ്രിഡ്സ് വന്നിട്ട് ഒരു അസിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ബാഴ്സയുടെ കാവൽമാലൊക്കെ ജോവാൻ ഗാർസിയ, പിന്നെ നമ്മുടെ റെഡ്നേഴ്സ് ഉണ്ട്, കീനുണ്ട്, കോൺസിസിയാവ് ഉണ്ട്, സൊല ഉണ്ട്, കാൾവെറ്റ്ലിവൻ ഉണ്ട്. കാൾവെറ്റ്ലിവൻ ഐസ ഹെഡൊക്കെ ചെയ്യണവരാണെങ്കിൽ എടുത്തോ. ടെറർ ഉണ്ട്, കൊക്കെ, പിന്നെ ഹിയാൻ. ഇത്രയും പ്ലേയേഴ്സാണ് ഇപ്രാവശ്യം നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. നല്ലൊരു പ്ലെയർ ഓഫ് ദി വീക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിമറ ചൂടാൻ കുഴപ്പമില്ല, ബ്രിഡ്സ് കുഴപ്പമില്ല, ഒരു ആവറേജ് 10 7 കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് കഴിഞ്ഞ വട്ടം വന്ന പോലെ തന്നെ പാക്കും കാര്യങ്ങളൊക്കെയാണ്. തിങ്കളാഴ്ച വന്ന പാക്കും കാര്യങ്ങളും വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇതിൽ. ഇതാണെങ്കിലും അതൊക്കെ തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് ചാമ്പ്യൻഷിപ്പ് ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കളിച്ചോട്ടെ കയറിയിട്ട്. അപ്പോൾ ഇതെന്തായാലും ഇനി ഓപ്പൺ ആവും കുറച്ച് കഴിഞ്ഞിട്ട്.
ഇവൻറ്റ്സും കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ AI ആയിട്ട് ഓക്കെ ഒരു പ്ലെയർ ഓഫ് ദി ഇറക്കാൾ കിട്ടും, 5 സ്റ്റാർ നോമിനേറ്റിംഗ് ഇറക്കാൾ കിട്ടും, 50 കോയിനും ഉണ്ട്. ഓക്കെ ഒരു 50 കോയിൻ എക്സ്ട്രാ വന്നിട്ട് AI പിന്നെ പ്ലെയർ വേഴ്സസ് പ്ലെയർ ആണെങ്കിൽ ഇതിലില്ലേ. ഓക്കെ 50 കോയിൻ ഇതിനെന്നോ എന്താണ് എന്നാളും എന്താണ്. ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ മെയിനായിട്ട്. വലിയ മാറ്റം പറയാനില്ല. പിന്നെ നമുക്ക് ഈ ആഴ്ച വരാൻ പോകുന്ന പാക്കും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്കിനി തിങ്കളാഴ്ച അവൈലബിൾ ആവണ പാക്ക് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഒരു ബോക്സ് ഡ്രോ വരുന്നുണ്ട് ഷോർട്ട് ടൈമിൻ്റെ. സോ അതിൽ നമ്മുടെ കോട്ടുവ, അതുപോലെ തന്നെ സെലിബ, വോട്ട്മെയ്ഡ്. സോ ഈ 3 പേര് വരുന്നത് നമ്മുടെ കോട്ടുവ റയൽ മാഡ്രിഡും, സെലിബ ആർസണലിലും, വോട്ട്മെയ്ഡ് മറ്റേ ന്യൂ കാസ്റ്റലിലാണ്. ഇനിയിപ്പോൾ അത് പോയിട്ട് രണ്ടാമത്തെ പറഞ്ഞാൽ വരുന്നുണ്ട് യൂറോപ്യൻ ലീഗ് മിഡ്ഫീൽഡേഴ്സ് പറഞ്ഞിട്ട്. അതിൽ നമ്മുടെ റൈസ് ഉണ്ട്, ചൗമൻ ഉണ്ട്, റോജേഴ്സ് ഉണ്ട് നമ്മുടെ ആസ്റ്റൺ വില്ലയുടെ. സോ ഈ 2 പാക്കാണ് കാണിക്കണത്. പിന്നെ കുറേ പേരൊക്കെ ഡാറ്റ പാക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ കാറ്റോണോ ഉണ്ട്, അതുപോലെ തന്നെ ബെർക്യാമ്പ്, പിന്നെ നമ്മുടെ ജപ്പാനത്തെ വെച്ച ഹോണ്ടയോ പ്ലെയറിൽ, പിന്നെ ഡേവിഡ് സിൽവ, ക്രോയിഫ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലേയേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കുക ഉടനെ തന്നെ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് മെസ്സി. ഞാൻ പറഞ്ഞില്ലേ മെസ്സിനെ എന്തായാലും അവർ ഇറക്കി വിടും, സമയമായി. അപ്പോൾ ടൈമായി എന്ന് പറയുന്നത് തന്നെ 2007 അൻകാര മെസ്സി ഗെയിമിക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഡാറ്റ പാക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മുടി വളർത്തി നമ്മുടെ അൻകാര മെസ്സി തന്നെയാണ് ഡ്രിബിളിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ബ്ലിറ്റ്സ്കേൾ പ്ലസ് മൂവ്മെൻറ്റ് ഡ്രിബിളിങ് ആണ് എൻ്റെ ഒരു ഇതിൽ. അപ്പോൾ ആട് എന്തായാലും കത്തുന്ന ഉറപ്പുള്ളവരില്ലേ, എനിക്കറിയാലോ. അപ്പോൾ ആളുടെ കാർഡ് എന്തായാലും വരുന്നുണ്ട്. മെസ്സി അറിയാലോ മെസ്സിനെ കുറിച്ച് ഇനി എപ്പോഴെങ്കിലും നമ്മൾ മെസ്സിനെ കുറിച്ച് പറയാറ്. അപ്പോൾ ഇനിയും ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. മെസ്സിയുടെ ഒരു കിടിലൻ കാർഡ് തന്നെ വരുന്നുണ്ട്. ജനുവരി 1 അവർ ഇറക്കി വിടുന്നതാണ് പ്രതീക്ഷ. എന്തായാലും കണ്ട് തന്നെ അറിയാം. അവസാനം മെസ്സി ഈസ് ബാക്ക്. അതെ ഗൈസ് മെസ്സി വരെ തന്നെയാണ്. അപ്പോൾ എന്തായാലും കിടിലൻ കാർഡാവുമെന്ന് പ്രതീക്ഷിക്കുക. ബ്ലിറ്റ്സ്കേൾ പ്ലസ് മൂവ്മെൻറ്റ് ഡ്രിബിളിങ് ആയിരിക്കും അത്. 2007 മെസ്സി ആണ് അങ്കാര മെസ്സി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ എത്ര കോയിനുണ്ട് കറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തോ. പിന്നെ വേറൊന്നും പറയാനില്ല. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ അപ്ഡേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്ഡേറ്റ് അല്ല ജസ്റ്റ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.